ഈ വീടിനുള്ളിൽ താമസിച്ചിരുന്നത് പ്രായമായ ഒരു അമ്മയായിരുന്നു. അമ്മയ്ക്ക് കൂട്ടായി ഒരു നായ്ക്കുട്ടനും. ഒരാഴ്ച മുമ്പ് അമ്മ മരിച്ചുപോയി. അമ്മയ്ക്ക് കൂട്ടായിരുന്ന ആ നായ്ക്കുട്ടൻ തനിച്ചായി. വർഷങ്ങളായി ഈ വീടിനുള്ള ഇരുളടഞ്ഞ മുറിയിൽ കിടക്കുന്ന അവന് ആ അമ്മയല്ലാതെ മറ്റൊരു മനുഷ്യരെയും യാതൊരുവിധ പരിചയവുമില്ല. ആരെ കണ്ടാലും കുറിച്ച് ചാടിച്ചെല്ലുന്ന അവന് ഭക്ഷണം കൊടുക്കുവാൻ പോലും ആരും മുതിർന്നില്ല. ആ വീടിനുള്ളിലെ ഏകാന്തതയിൽ നിന്നും അവനെ മോചിപ്പിച്ച് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്തം സേവ് ബോസ് ആനിമൽ റെസ്ക്യൂ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. ഒരു കാരണവശാലും ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടിപ്പോകാതിരിക്കുവാൻ ഒരു പഴയ വീൽ ചെയറിൽ അവനെ ചെയിനിൽ ബന്ധിച്ചിട്ട നിലയിലായിരുന്നു. അവന് നന്നേ വിശക്കുന്നുണ്ടെന്ന് തോന്നിയിരുന്നതിനാൽ ബിസ്ക്കറ്റും വെള്ളവുമൊക്കെ കൊടുത്തതിന് ശേഷം ബന്ധിതനാക്കി. അല്പമാത്രമാണെങ്കിലും ഭക്ഷണവും വെള്ളവുമൊക്കെ കൊടുത്തതുകൊണ്ട് അവൻ എന്തൊക്കെയോ അടുപ്പവും സ്നേഹവും ഒക്കെ കാണിക്കുവാൻ തുടങ്ങി. ഈ പ്രദേശത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോട് അവനെ ഇവിടെ നിന്ന് മാറ്റി ഷെൽട്ടർ ചെയ്യുന്നതിനുള്ള സാഹചര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അവന് വിഷം കൊടുത്ത് കൊല്ലുക എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പങ്കിട്ടത്. അവനെ കെട്ടിയിട്ടിരുന്ന വീൽ ചെയറിൽ നിന്നും അവനെ അഴിച്ച് സാവധാനം പുറം ലോകത്തെ വെളിച്ചത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. ദീർഘകാലം അവൻ അന്യമായിരുന്ന പുറം ലോകത്തെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. പിന്നെ മെല്ലെ ഒപ്പം നടന്നു വന്നു. ചുറ്റുപാടും കണ്ടുവരെയൊക്കെ അത്ഭുതത്തോടെ നോക്കി നിന്നു. കൊടും ഭീകരനായ ഏതോ ജീവിയെ കാണുവാനെന്ന കൗതുകം പോലെ ചുറ്റുപാടും ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. ആളുകൾ മാത്രമല്ല, ദാ ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടോ? ഈ പ്രദേശത്തൊരു വീട്ടിലും നായയെ വളർത്താൻ പാടില്ല എന്നൊരു അലിഖിത നിയമമുണ്ട് പോലും. അതിൻ്റെ കാരണം എന്താണ് എന്നൊന്നും നമ്മൾ അന്വേഷിക്കുവാൻ നിന്നില്ല. വർഷങ്ങളോളം ആ വീടിനുള്ളിൽ അമ്മയ്ക്ക് കൂട്ടായിരുന്ന അവന് വേണ്ടത്ര ചികിത്സയോ അവൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധയോ നൽകുവാൻ ആ അമ്മയ്ക്ക് സാധിച്ചില്ല. വലിയ തോതിലുള്ള സ്കിൻ ഡിസീസ് അവന് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു വിരഗുളികയിൽ തീരുമായിരുന്ന ആ പ്രശ്നം ഇപ്പോൾ രൂക്ഷമായി അവൻ്റെ ശരീരമാകെ വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും അവനെ എടുത്തുകൊണ്ട് 60 കിലോമീറ്ററിലധികം ദൂരെ സനുഷ് എന്ന ഒരു മൃഗസ്നേഹിയുടെ ഷെൽട്ടറിലേക്ക് ഞങ്ങൾ അവനെ കൊണ്ടുപോയി. എല്ലാവരും ഒരു ഭീകരജീവിയെ പോലെയാണ് അവനെ കണ്ടിരുന്നതെങ്കിലും യാത്രയിലുടനീളം അവൻ വളരെ സ്നേഹസമ്പന്നനായിട്ടാണ് പെരുമാറിയത്. ഒരു പാവം നായ്ക്കുട്ടൻ. അങ്ങനെ തൃപ്പൂണിത്തുറയിലുള്ള സനുഷിൻ്റെ ഷെൽട്ടർ ഹോമിൽ അവനെ എത്തിച്ചു. സനുഷ് അവനെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും വേണ്ടത്ര ചികിത്സകളും ആവശ്യമായ മരുന്ന് നൽകി അവനെ പരിചരിക്കാം എന്ന് ഏറ്റിട്ടുണ്ട്. പ്രായമേറെയുള്ളതുകൊണ്ട് അവനെ ഇനി അഡോപ്ഷനായി ആരെങ്കിലും ഏറ്റെടുക്കുമോ എന്ന സംശയമുണ്ട്. കുറച്ചു നേരമാണ് നായ്ക്കുട്ടൻ്റെ കൂടെ ചെലവഴിച്ചതെങ്കിലും പിരിഞ്ഞു പോരുമ്പോൾ വല്ലാത്തൊരു ദുഃഖം ബാക്കിയായി.